ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഡാമേജ് ആയാൽ നിങ്ങളുടെ മുട്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. കാർട്ടിലേജ്, ലിഗമെന്റ്, ടെൻഡൻ എന്നിവയാണ് ഈ 3 കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ആദ്യത്തേത് കാർട്ടിലേജ്. ഈ കാർട്ടിലേജാണ് 2 മുട്ടുകൾക്കിടയിൽ കുഷൻ പോലെ പ്രവർത്തിക്കുന്നത്. ഇതാണ് 2 എല്ലുകളെ തമ്മിൽ ഉരസാതിരിക്കുന്നതിനും വളരെയധികം സഹായകരമാകുന്നത്. പക്ഷേ പ്രായം, അമിതമായിട്ടുള്ളൊരു വണ്ണം, ചില തരത്തിലുള്ള ഇഞ്ചുറീസ് ഇതൊക്കെ ഈ കാർട്ടിലേജിന് വല്ലാത്തൊരു ഡാമേജസ് ഉണ്ടാക്കും. രണ്ടാമതായിട്ട് ലിഗമെന്റ്. ഈ ലിഗമെന്റ് ആണെങ്കിൽ 2 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കട്ടിയുള്ള ഇലാസ്റ്റിക് ബാൻഡാണ്. പെട്ടെന്ന് മുട്ട് തിരിയുകയോ വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ലിഗമെന്റിനും ടിയർ സംഭവിക്കാം. മൂന്നാമതായിട്ട് ടെൻഡൻ. ടെൻഡൻ പേശികളെയും എല്ലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫൈബറാണ്. പടികൾ കയറുക, വേഗത്തിൽ ഓടുക എന്നിവ നടക്കുന്ന സമയത്തും ഈ ടെൻഡന് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചുറി സംഭവിക്കാം. എൻ്റെ അടുത്ത് സാധാരണ കൂടുതൽ പേഷ്യൻസും വരുന്നത് ഇത്തരത്തിലുള്ള കാർട്ടിലേജിന് തേയ്മാനമായിട്ടാണ്. അത് വരുമ്പോൾ മുട്ടിന് വല്ലാത്തൊരു വേദനയോ തരിപ്പോ നടക്കാനൊരു ബുദ്ധിമുട്ടോ എല്ലാം വരാനൊരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ ചെങ്ങന്നൂരോ പയ്യന്നൂരോ കൊയിലാൻഡിലുള്ള ഹോസ്പിറ്റലിൽ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സയുണ്ട്. അതുകൊണ്ട് മുട്ടിന് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവഗണിക്കാതെ നേരിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ.